നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. CPMന്റെ കാലം കഴിഞ്ഞു. അതിന്റെ സൂചനകളാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ നമുക്ക് കാണിച്ചു തന്നതും. കനൽ ഒരു തരി മതിയെന്ന് പറഞ്ഞെങ്കിലും ആ കനലിനെ ആളിക്കത്തിക്കാൻ തക്ക ശേഷിയില്ല എന്ന് വേണം പറയാൻ. ഇത്തവണ ആലത്തൂർ മാത്രമാണ് CPMന് പിടിക്കാൻ കഴിഞ്ഞത്. അവിടെ സ്ഥാനാർത്ഥിയായിരുന്നതോ കെ രാധാകൃഷ്ണനും. എന്തായാലും അദ്ദേഹത്തെ കൊണ്ട് ഡൽഹിയിൽ പോയി വലിയ പ്രകടനമൊന്നും കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇംഗ്ലീഷും ഹിന്ദിയും അറിയില്ല. ആകെയുള്ള ഭാഷാ പരിജ്ഞാനം എന്ന് പറയുന്നത് മലയാളം മാത്രമാണ്. ബഹുത്തച്ച എന്തായാലും കെങ്കെങ്ങമാകും ഇത്തവണ, അതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇതെല്ലാം പോട്ടെ, പാർട്ടിയെ നയിക്കുന്ന പോരാളിക്കാകട്ടെ ഒരു കുലുക്കവുമില്ലാതെ ഒരു മൈക്കുമായി മല്ലടിക്കുകയാണ്. അപ്പോൾ CPMന്റെ കാലം കഴിയുന്നതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലവും കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ വാസ്തവം. മുൻപുണ്ടായിരുന്ന നേതാക്കളെ പോലെ സ്വന്തം പരാജയം അംഗീകരിക്കാൻ മുഖ്യൻ ഇന്നും തയ്യാറായിട്ടില്ല. ഇപ്പോൾ CPMനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെ പുകഴ്ത്തിക്കൊണ്ടും നമസ്ത മുഖപത്രമായ സുപ്രഭാതം രംഗത്ത് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്രീയം മുതൽ SFIയുടെ അക്രമ രാഷ്ട്രീയം വരെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ LDF തിരിച്ചടിക്ക് കാരണമായി എന്നാണ് സുപ്രഭാതത്തിലെ എഡിറ്റോറിയൽ പറയുന്നത്. ഇടത് സർക്കാരിന് ജനങ്ങളിട്ട മാർക്ക് എന്ന തലക്കെട്ടോടെയാണ് എഡിറ്റോറിയൽ ആരംഭിക്കുന്നത്. സുപ്രഭാതം ഇടതു അനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്ന വിമർശനങ്ങൾക്കിടയിലാണ് ഈ മുഖപ്രസംഗം. തൊഴിലാളി പാർട്ടിയായ CPM സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും അകന്നുവെന്നാണ് തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പാഠം. അസഹിഷ്ണുതയുടെയും ധാർഷ്ട്രീയത്തിന്റെയും വക്താക്കളായി ഒരു മറയുമില്ലാതെ CPM നേതാക്കൾക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും നിറഞ്ഞാടിയതിന് ജനങ്ങളിട്ട മാർക്കാണ് ഒറ്റ സംഖ്യയെന്ന് സുപ്രഭാതം കടന്നാക്രമിച്ചു. ആരോഗ്യവും പൊതുവിതരണവും വിദ്യാഭ്യാസ വകുപ്പും കുത്തഴിഞ്ഞിട്ടും ഭരണകൂടം അനങ്ങിയിട്ടില്ല. മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് രാജിൽ സംസ്ഥാനത്തെ പൗര അവകാശം വരെ ചവിട്ടി അരയ്ക്കപ്പെട്ടു. ക്ഷേമ പെൻഷനു വേണ്ടി വയോജനങ്ങൾക്ക് തെരുവിലിറങ്ങേണ്ടി വരുന്നുവെന്ന പാവം ഇടതു സർക്കാരിന് കഴുകിക്കളയാനാവില്ല എന്നും സുപ്രഭാതം വിമർശിച്ചു. തുടർഭരണം നൽകിയ അധികാര ധാർഷ്ട്രീയം പ്രാദേശിക നേതാക്കളെ സാധാരണക്കാരിൽ നിന്നും അകറ്റി. ഓരോ ജനവധിയും ഉയരങ്ങളിലേക്കുള്ള കോണിപ്പടിയാകുന്നത് ലീഗിന്റെ മാത്രം സവിശേഷതയാണെന്നും സുപ്രഭാതം പുകഴ്ത്തിയിട്ടുണ്ട്.